66 വയസ്സായ കൊല്ലത്തെ പ്രകാശ് കലാകേന്ദ്രത്തിന് പെൺസാരഥ്യം. പ്രമുഖ ചിത്രകാരി സ്മിത ബാബു പ്രസിഡന്റ്, വീട്ടമ്മയായ അനിഷയാണ് സെക്രട്ടറിയായി വരുന്നത്. 300-ലധികം കുട്ടികളുടെ സമ്മർ ക്യാമ്പിന് ഈ രണ്ട് വീട്ടമ്മമാരാണ് നേതൃത്വം കൊടുക്കുന്നത്. വേനൽത്തുമ്പി കലാജാഥയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു പ്രകാശ് കലാകേന്ദ്രയിൽ നിന്ന്. അപ്പോൾ ആ റിപ്പോർട്ട് കൂടെ കാണാം. രാജ്കുമാർ നമുക്ക് ആ റിപ്പോർട്ട് പറഞ്ഞു തരും. എനിക്കെന്താ ഇവിടുത്തെ പ്രസിഡന്റ് ആയിക്കൂടെ? അതല്ല, എനിക്കെന്താ ഇവിടുത്തെ സെക്രട്ടറി ആയിക്കൂടെ? സുനിത വില്യംസ് ബഹിരാകാശത്തൊക്കെ പോയിട്ട് 9 മാസമായി നാട്ടിലെത്തിയതേ ഉള്ളു. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. അതെ, മമ്മൂട്ടി മോഹൻലാലും വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലേ ഞാനൊരു ലേഡി സൂപ്പർ സ്റ്റാർ. മഞ്ജു വാര്യർ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. ഈ കേട്ടതൊക്കെ ഒരു അഭിനയ കളരി മാത്രമല്ല. നമ്മുടെ പ്രകാശ് കലാകേന്ദ്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 66 വർഷം പിന്നിടുമ്പോൾ ഇവിടെ ഒരു പ്രസിഡന്റും വനിത, സെക്രട്ടറിയും വനിത, ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കൂടി കേന്ദ്രമായി പ്രകാശ് കലാകേന്ദ്രം മാറുകയാണ്. ചിരിയെന്ന നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ് എല്ലാവർക്കും. അപ്പോൾ അത് വെറുതെ കളയരുത്. ഓക്കെ, കുട്ടികളുടെ മനസ്സിലെ സമ്മർദ്ദങ്ങളെ മഞ്ഞുപോലെ അലിയിക്കുന്ന ഈ ജിജ്ഞാസ ക്യാമ്പിൽ അമ്മമാരായ ഭാരവാഹികൾ സ്വന്തം മക്കളെന്ന പോലെ വാത്സല്യത്തോടെ ഒപ്പമുണ്ട്. ചിരിക്കാനും കരയാനും വികാരങ്ങളെ നേർക്കുനേർ മുഖാമുഖം നോക്കി പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് കൊല്ലം പ്രകാശ് കലാകേന്ദ്രം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമ്പ് എന്ന് പറയുന്നത്, ജിജ്ഞാസ അവധിക്കാല ക്യാമ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ മുഖ്യ സംഘാടകർ ഇവിടുത്തെ ബാലവേദിക്കാരാണ്, ബാലവേദി കൂട്ടുകാരാണ്. നമ്മൾ ഇത്രയും വലിയ ദേശത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് വളരെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രകാശ് കലാകേന്ദ്രം. സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പ്രകാശ് കലാകേന്ദ്രം ഞങ്ങളെ അതിന് പ്രാപ്തമാക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ജിജ്ഞാസ എന്ന് പറയുന്നത് തന്നെ ഒരു 30 വർഷത്തിലധികമായി ഈ ക്യാമ്പ് ഞങ്ങളിവിടെ തുടങ്ങിയിട്ട് തന്നെ. ഒരു 100-300-ലധികം കുട്ടികൾ ഓരോ വർഷം തോറും കൂടിക്കൊണ്ട് വരുന്നത് അത് ഞങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതിനൊരു തെളിവായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അച്ഛനായും അമ്മയായും മക്കളായും കുട്ടികൾ മാറി അവധിക്കാലം ആഘോഷിക്കാനും ഈ ക്യാമ്പ് പഠിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ കൊച്ചുനാളിലൊരു പ്രധാന കളിയായിരുന്നു അരിയും കൂട്ടാനും കളി. പക്ഷേ ഇന്ന് ആ കളികളൊക്കെ അന്യം നിന്ന് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കൂടുതലും കുട്ടികൾ ഫോണുകളിലൊക്കെ ഉള്ള കളികളിലേക്ക് പോവുകയാണ്. പക്ഷെ ഞങ്ങൾ കുട്ടികളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ അടുക്കള അമ്മയുടേത് മാത്രമല്ല, അച്ഛനും അമ്മയും എല്ലാവരും ഉൾപ്പെടുന്ന എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അടുക്കളയിൽ നിൽക്കേണ്ടതെന്നുള്ളത് അവർ പരിചയപ്പെടുത്തുകയാണ്. അതാ നോക്കുക, ഇവിടെ കൂട്ടുകാർ ഒരു കുടുംബമായിട്ട് ഇരുന്നു കൊണ്ട് അവർ കറി വെക്കുകയാണ്. മക്കളെ, നിങ്ങൾ എന്താ ഏത് കറിയാ വെക്കുന്നത്? ചിക്കൻ കറിയാണോ? ആഹാ, ഇതാർക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ ഇതില്ലേ? ആഹാ, അടുത്ത വീട് നമുക്ക് പരിചയപ്പെടാം. കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി. ആഹാ, എല്ലാരും ചിക്കൻ കറിയാണ്. ഇത് ചിക്കന്റെ എങ്ങനെയാണ് നിങ്ങൾ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്? എന്തൊക്കെ ഇട്ടിട്ടുണ്ട് അതില്? നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? എല്ലാരും ചിക്കൻ കറിയാണ്. അപ്പൊ വെറൈറ്റി ചിക്കൻ കറികളാണ് ഈ ഓരോ വീടുകളിലും വന്നിരിക്കുന്നത്. ഇതിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ആരാണ് അച്ഛൻ? അമ്മയാരാ? കണ്ട, അച്ഛനും അമ്മയും മക്കളും എല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നാണ് അടുക്കളയിൽ പാചകം ചെയ്യുന്നത്. മക്കളെ, ഇന്ന് എന്തോ ഇവിടെ ഉണ്ടാക്കുന്നത്? ചിക്കൻ കറിയാണ് അല്ലേ? എന്ത് ചിക്കൻ കറിയാണ്? ചിക്കൻ റോസ്റ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന കറിയാണോ? ചിക്കൻ കൊണ്ടാട്ടം. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ വീട്ടിലെ ഐറ്റം എന്താണ്? ചിക്കൻ ബിരിയാണി. അങ്ങനെ സ്പെഷ്യലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള ചിക്കൻ വിഭവങ്ങളാണ് ഈ ഓരോ വീടുകളിലും സജ്ജമായിരിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ ഞങ്ങളിത് തോനെ സമ്പാദിച്ചിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എല്ലാവരും കൂടെ ഷെയർ ഇട്ട് ചെയ്യുന്നതാണ് ഇത്. എല്ലാവരും ബട്ടർ ചിക്കനാണ്. നമ്മുടെ ഈ ക്യാമ്പ് ജിജ്ഞാസയിൽ അവസാനിക്കുന്നില്ല. ജിജ്ഞാസയ്ക്ക് ശേഷം തുടർ പ്രവർത്തനമായിട്ട് വരുന്ന കളിയരങ്ങ്, അതിനുശേഷം ഓണത്തിന് നമ്മുടെ വസന്തോത്സവം ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം തുടർന്നു പോകുമ്പോഴാണ് കുട്ടികളുടെ പ്രൊഡക്ഷനുകൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം ആ പ്രൊഡക്ഷനുകളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് കൊല്ലം ജില്ലയിൽ 3 ഒന്നാം സ്ഥാനങ്ങളെയും മികച്ച നടിയെയും നടനെയും നേടിത്തന്ന 3 നാടകങ്ങൾ. അതുതന്നെയാണ് സംസ്ഥാന തലത്തിലും വളരെ ശ്രദ്ധേയമായ നാടകങ്ങളായിട്ട് മാറിയത്.
ചിത്രം വര, കരകൗശലം, അഭിനയം, കഥയെഴുത്ത്, പ്രസംഗം, വ്യക്തിത്വ വികസനം, സംഗീതം ഇതെല്ലാമാണ് കൊല്ലം പ്രകാശ് കലാകേന്ദ്രം. 7 പതിറ്റാണ്ടോളം പ്രകാശ് കലാകേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നു. കലയും സംസ്കാരവും കായികവും വിനോദവും എല്ലാം അവർക്ക് നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശ് കലാകേന്ദ്രം. ഒപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കൂടി ഒരു പടവ് കയറുകയാണ് പ്രകാശ് കലാകേന്ദ്രം. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.